കേട്ടില്ല അരവിന്ദ്. അരവിന്ദ് ഈ കോൺട്രാക്റ്റിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ബട്ട് പ്രിയൻ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇതത്ര വലിയ ചിന്ത. സാധാരണ തുണി വെച്ച് തയ്ക്കാൻ പറഞ്ഞാൽ പോലും ഇവർക്ക് മര്യാദയ്ക്ക് തുന്നാൻ പറ്റണില്ല. അപ്പോഴാണ് ഈ നനഞ്ഞ തുണിയുണ്ട്. ഇവരെ വിശ്വസിച്ച് കോൺട്രാക്ട് ഏറ്റെടുത്ത അത് തീർക്കാൻ പറ്റാതെ കമ്പനി നാണം കടേണ്ടി വരും മാഡം. കരുണാകരൻ, ഓർഡർ എടുത്തു കഴിഞ്ഞു. പറയുന്ന ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് ഇവിടെ തുടരണമെന്നില്ല. പ്രിയനുണ്ട് എന്റെ കൂടെ. ഞങ്ങൾ ഈ കോൺട്രാക്ട് ചെയ്തു തീർത്തോളാം. സാറേ, ഇവനെ വിശ്വസിച്ച് എടുത്തു ചാടി എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് പോയാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. എന്താ കരുണാകരൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കൈലാഷ് ഇത്രയും വലിയൊരു ഓർഡർ കൊണ്ടുവരുമ്പോ നിങ്ങളെല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? പ്രിയന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് കരുണാകരൻ കൂടെ തന്നെ ഉണ്ടാവണം. മമ്മി, പ്രിയന് ഇയാളുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല. പ്രിയൻ പറയുന്നത് കേട്ട് ഇയാള് ജോലി ചെയ്താൽ മതി. ഈ ചെക്കന്റെ കീഴിൽ ഞാൻ ജോലി ചെയ്യാനാ. അതിന് സാറ് വേറെ ആളെ നോക്ക്. കരുണാകര, തന്റെ ഈഗോ മാറ്റി വെച്ചിട്ട് കമ്പനിക്ക് വേണ്ടി താൻ കൈലാഷിനോടൊന്ന് സഹകരിക്കും. പ്രിയ, കൈലാഷ് നിന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം നീ അർഹിക്കുന്നുണ്ടോന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു അവസരമായത്. മാഡം ഒട്ടും ടെൻഷൻ അടിക്കണ്ട. കൈലാഷ് സാറിന്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കും. ഈ കോൺട്രാക്ട് കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ തീർക്കും. ശരി, നിങ്ങളെല്ലാവരും തിരിച്ച് ജോലി ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മമ്മി. സൗസു, ഒന്ന് വേഗം ആവട്ടെ. നമ്മൾ ഇതുവരെ ചെയ്ത ജോലി പോലെ അല്ല ഇത്. ഒരേ സമയം സൂക്ഷിച്ചും വേഗത്തിലും ചെയ്യണം. കൈലാഷ് സാറ് ഈ കോൺട്രാക്ട് നമ്മളെ വിശ്വസിച്ചാണ് എടുത്തത്. നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ചിലരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ മുന്നിൽ നമ്മുടെ കഴിവ് കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടാൽ മതി. 3 ദിവസത്തിൽ ഈ കോൺട്രാക്ട് നമ്മൾ ചെയ്തു തീർക്കും. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വളരെ വിലയുള്ളതാണ്. അതുകൊണ്ട് തയ്ക്കുമ്പോ എന്തെങ്കിലും സംശയം തോന്നിയാൽ അപ്പൊ തന്നെ നിർത്തി എന്നെയോ മോഹനെയോ വിളിച്ച് സംശയം തീർത്തിട്ടേ തുടരാൻ പാടുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. എല്ലാരും അളവെഴുതിയ കാർഡുകൾ പാറുവിന്റെ മോഹന്റെ വാങ്ങിച്ചോ. ഇനി ഇവനെങ്ങാനും ഈ കോൺട്രാക്ട് നല്ല രീതിയിൽ ചെയ്ത് തീർത്ത കൈലാഷ് ഇവനെ പിടിച്ച് എന്റെ കസറ്റിൽ കൊണ്ട് ഇരുത്തുക. ഞങ്ങളുണ്ടാവോ? എല്ലാവർക്കും കാർഡ് കിട്ടിയോ? കിട്ടി. എന്നാ എല്ലാരും ജോലി തുടങ്ങിക്കോ. തുണി കട്ട് ചെയ്ത് കിട്ടിയാൽ ഉടനെ ടൈലർമാർക്ക് എത്തിക്കണം. അതിന് ഒരു താമസം ഉണ്ടാവാതെ നീ നോക്കിക്കോണം. സഹോദരേച്ചി, അല്ല ചേച്ചി എങ്ങോട്ടായി പോകുന്നേ? ഫോൺ എടുക്കാനോ മോഹന? ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചേച്ചി കാണുന്നില്ലേ? ഓരോ മിനിറ്റും വിലപ്പെട്ടതാ. അതിനിടയ്ക്കാണോ ഫോൺ എടുക്കാൻ പോകുന്നത്? ചേച്ചി ഇരുന്ന് ജോലി. കഴിഞ്ഞ രാത്രി മോന് നല്ല പനിയുണ്ടായിരുന്നു മോഹന. അവനെ അയൽക്കാരി ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. ഈ സമയമാകുമ്പോൾ അവര് വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു. മോന് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ വേഗം വന്ന് ജോലി ചെയ്തോളാം. ചേച്ചി അത് വേണ്ട മോഹന. ചേച്ചി പോയി ഫോൺ എടുത്തു. സർ, എന്താ? ഞാൻ ആ ഫോണൊന്ന് എടുത്തോട്ടെ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ നീ തിരിച്ചു പോവോ? ഇല്ലല്ല. നിനക്ക് നിങ്ങളുടെ നായകന്റെ സമ്മതം കിട്ടിയില്ലേ? പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണേ? എന്താന്ന് വെച്ചാ ചെയ്യ്. താങ്ക് യു സർ. എന്നെ സൂചിപ്പിക്കാൻ വന്നേക്കാം. കൈലാഷ് സാറ് മുഴുവൻ നിയന്ത്രണവും നിന്നെ ഏൽപ്പിച്ചെന്റെ ദേഷ്യ അയാൾ ഈ കാണിക്കുന്നത്. നീ ഇതൊന്നും കാര്യാക്കണ്ട. ഹലോ ചേച്ചി, മോന് കുഴപ്പമൊന്നുമില്ലല്ലോ?
അയ്യോ, ഞാൻ ഉടനെ ആശുപത്രിയിലേക്ക് വരാൻ ചേച്ചി. ഈശ്വരാ. സർ, മോന് തീരെ വയ്യ. അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക. എനിക്ക് പോയേ പറ്റൂ. ഹേയ്, നിന്റെ മോന് സ്ഥിര അസുഖമാണല്ലോ. അവനെ ചികിത്സിക്കാനുള്ള കാശുണ്ടായിരുന്നീ നിനക്കൊരു ആശുപത്രി പണിയായിരുന്നല്ലോ. വെറുതെ എന്തിനാ അവന് വേണ്ടി ഇങ്ങനെ കാശ് ചെലവാക്കണേ? സർ, ഓ, ഇനി കരഞ്ഞു മെഴുകാനൊന്നും നിൽക്കണ്ട. ഇവിടെ എല്ലാവരേ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രാക്ട് ചെയ്തു തീർക്കാനുള്ള നെട്ടോട്ടത്തിലാ. അതിന്റെ ഇടയിലേ ലീവ് ഒന്നും തരാൻ പറ്റില്ല. അല്ല, നീ അവിടെ എത്തിയാൽ മാത്രമേ ചികിത്സ നടക്കുള്ളൂ. അപ്പൊ ഈ ആശുപത്രിയിലെ ഡോക്ടർമാർക്കൊക്കെ വേറെന്താ പണി? അപ്പൊ പിന്നെ നീ പോകേണ്ട കാര്യമൊന്നുമില്ല. പോയി ജോലി ചെയ്യാൻ നോക്ക്. സർ, മോന് ഇനി അസുഖം വരുമ്പോ എടുത്ത് ചെലവാക്കാൻ കാശ് വേണ്ടേ? കാശ് വേണമെങ്കിൽ ജോലി വേണം. അതും നീ മറക്കരുത്. ചെല്ല്. സർ പ്ലീസ്. ഓടി, പോയി ജോലി ചെയ്യടി. എന്തോ ചേച്ചി, എന്തിനാ കരയുന്നേ? മോന് തീരെ വയ്യ പ്രിയ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ ചേച്ചി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വേഗം ആശുപത്രിയിലേക്ക് പോകാൻ നോക്ക്. നിക്കടി അവിടെ. എന്താണ് നിന്റെ ഉദ്ദേശം? ഇത്രയും വലിയ ഓർഡർ പിടിച്ചിട്ട് കുട്ടികളെ കളിക്കാം? ഉള്ള ടൈലർമാരെ കൊണ്ട് തന്നെ തീരില്ല. അപ്പോഴാ ഒരുത്തിയെ പറഞ്ഞു വിടണേ. നിനക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ചേച്ചി വെക്കോളൂ, ഞാൻ സംസാരിച്ചോളാം. ശരി. നിന്നെ പോലെ ലോല മനസ്സുള്ളവർക്ക് ഈ പണി പറ്റിയതല്ലെന്ന് നിനക്ക് വൈകാതെ മനസ്സിലാവും. ഞാൻ ഒന്നും കാണാതെയല്ല ചേച്ചി പറഞ്ഞു വിട്ടത്. ഇത് ബ്രാൻഡഡ് ഷർട്ടുകളാണ്. വളരെ ശ്രദ്ധിച്ചു വേണം ഇതൊക്കെ തുന്നാൻ. മോൻ എന്ത് പറ്റിയെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന സാവിത്രി ചേച്ചിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അവര് ശ്രദ്ധ തെറ്റി ഡാമേജ് വരുത്തിയാൽ ഉണ്ടാവുന്ന നഷ്ടത്തെപ്പറ്റി സാറ് ചിന്തിച്ചിട്ടുണ്ടോ? ശരി, സമ്മതിച്ചു. പക്ഷേ സാവിത്രി ചെയ്യേണ്ട ജോലി ഇനി ആര് ചെയ്യും? അതുകൂടി പറയടാ. സാവിത്രി ചേച്ചിയേക്കാൾ നല്ല ടൈലറിനെ ഞാൻ കൊണ്ടുവരും. ഇത്ര പെട്ടെന്ന് നീ എവിടുന്ന് ടൈലറെ കൊണ്ടുവരാനാ? എങ്ങോട്ടും പോണ്ട. ടൈലർ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ അവള് സാറിന്റെ കണ്ണിൽ ഒരിക്കലും പെടില്ല. ഞാൻ കാണിച്ചുതരാം. എന്താ പ്രേം ചേട്ടാ? നിന്നെ ഞാൻ മെഷീനിൽ ഇരുത്തുന്നൊരു വാക്ക് തന്നിരുന്നില്ലേ? ഇന്ന് ഞാൻ ആ വാക്ക് പാലിക്കാൻ പോവാണ്. അയ്യോ പ്രേം ചേട്ടാ, വേണ്ട. എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. നിനക്കെന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ വാ.